സിവിൽ സർവീസ് പരീക്ഷ മുതൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് മുതൽ LGS വരെയുള്ള എല്ലാ പരീക്ഷകളിലും ഏറ്റവും റാങ്ക് മേക്കിംഗ് ആയി വരുന്ന ചോദ്യങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ളതാണ്, ഭരണഘടന. പക്ഷേ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു മേഖലയായിട്ട് ഇത് പലരും കണക്കാക്കുന്നുണ്ട്. കാര്യം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ഇതിന്റെ കാര്യങ്ങൾ കുറച്ച് ടെക്നിക്കലാണ്. പക്ഷേ പഠിക്കേണ്ട രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റ് നിങ്ങളുടെ കയ്യിലിരിക്കും. ഞാൻ ഇന്ന് ഈ സബ്ജക്റ്റിനെ എങ്ങനെയാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത് എന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിയുടെ ഒരു പ്രമാണ ഗ്രന്ഥം എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്മികാന്ത് തന്നെയാണ്. അപ്പൊ ലക്ഷ്മികാന്ത് എങ്ങനെയാണ് വായിക്കേണ്ടത്, അത് പഠിക്കേണ്ട രീതിയിൽ പഠിച്ച് നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കും. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹൈലൈറ്റ് അത് തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റുകളിൽ ഒന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇമോഷൻസുമായി ഇതിനെ അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ബിക്കോസ് ഇന്ത്യൻ ഭരണഘടന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നതും മരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഫുൾ ഓഫ് ഇമോഷൻസ്. ആ സബ്ജക്റ്റിന്റെ വൈകാരിക തലത്തെ കണ്ടറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ ആ സബ്ജക്റ്റ് നമ്മുടെ കയ്യിലിരിക്കും. ലക്ഷ്മികാന്ത് തന്നെത്താനെ വായിച്ച് പഠിച്ചാൽ പോലും നിങ്ങൾക്കിത് മനസ്സിലാകും. അപ്പൊ നേരെ നമുക്ക് എങ്ങനെയാണ് അങ്ങനെ പഠിക്കേണ്ടതെന്ന് കുറച്ച് എക്സാമ്പിൾസ് എടുത്തു വെച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഒക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ചാനൽ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ലിങ്ക് യൂസ് ചെയ്യുക, ചാനലിൽ അംഗങ്ങളാവുക. ഓക്കെ, നമുക്ക് കുറച്ച് റാൻഡം ഫാക്റ്റുകൾ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് വെച്ചിട്ട് ആ ഫാക്റ്റുകൾ ഒരിക്കലും മറന്നു പോകാത്ത രീതിയിൽ, ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകാത്ത രീതിയിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത് നമുക്ക് നോക്കാം. കുറച്ച് റാൻഡമായ ലക്ഷ്മികാന്തിലെ ഫാക്റ്റുകളാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓരോ ഫാക്ട് പഠിക്കുമ്പോഴും അത് റിയൽ ലൈഫ് സിനാരിയോസ്, ജീവിത സാഹചര്യങ്ങളുമായി ചേർത്ത് വെച്ച് പഠിക്കുക. അപ്പോഴാണ് അവിടെ ഒരു വൈകാരികമായ ഒരു ഇമോഷണൽ ലെവൽ ഇവോൾവ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ഫാക്ട് ഇപ്പം പല പരീക്ഷകളും ചോദിക്കുന്ന ഒരു കാര്യമാണ്. മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, അത് ന്യായവാദാർഹമാണോ, ജസ്റ്റിഫയബിൾ ആണോ, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ജസ്റ്റിഫയബിൾ ആണോ? ഇതൊക്കെ എന്താണ് സാധനം? കോണ്ടെക്സ്റ്റ് അറിഞ്ഞ് പഠിച്ചാൽ ഇതൊക്കെ നമ്മുടെ കയ്യിലിരിക്കും. ഉദാഹരണത്തിന് ഒരു സംഭവം ജസ്റ്റിഫയബിൾ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, അല്ലെങ്കിൽ ന്യായവാദാർഹം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കോടതിയിൽ പോയി കേസ് കൊടുക്കാം. ഉദാഹരണത്തിന് നമ്മുടെ മൗലിക അവകാശങ്ങൾ, ഒരു മനുഷ്യന് ജീവിക്കാൻ ഏറ്റവും അടിസ്ഥാനമായി വേണ്ട കാര്യമാണ് മൗലികമായ അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഷുഡ് ഇറ്റ് ബി വയലേറ്റഡ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റഡ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി കോടതി പോകാം. എന്റെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റഡ് ആയെന്ന് പറഞ്ഞ് കോടതി പോവാം. കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കും ആൻഡ് ദേ വിൽ റീഇൻസ്റ്റേറ്റ് ദോസ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. നിങ്ങൾക്കത് കോടതി പിടിച്ചു വന്ന് കൈ കൊണ്ട് തരും. അതാണ് മൗലിക അവകാശങ്ങളുടെ മഹത്വം. പക്ഷേ മൗലിക കർത്തവ്യങ്ങൾ എങ്ങനെയാണോ? മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയും. ഇപ്പൊ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഇക്വാളിറ്റി കൊണ്ടുവരണം, എല്ലാവർക്കും ജീവിക്കാനുള്ള സാഹചര്യം കൊണ്ടുവരണം, മദ്യം നിരോധിക്കണം, മദ്യം മയക്കുമരുന്നൊക്കെ നിരോധിക്കണം എന്ന് പറഞ്ഞു. മയക്കുമരുന്ന് നിരോധിച്ചു, മദ്യം നിരോധിച്ചിട്ടുണ്ടോ? പ്രൊഹിബിഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സ് ആൻഡ് ഡ്രിങ്ക്സ്, അല്ലെ? മദ്യ നിരോധനം നടന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ കേരള സർക്കാരിനെതിരായിട്ട് നിങ്ങൾക്ക് കോടതി പോകാൻ പറ്റുമോ? അയ്യോ, സർക്കാർ ബിവറേജസ് വഴി മദ്യം വിളമ്പുന്നേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കോടതി പോകാൻ പറ്റുമോ? ഇല്ല. കാര്യം എന്താ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോൺ ജസ്റ്റിഫയബിൾ ആണ്. അത് വയലേറ്റഡ് ആയാലും, ഒരു നിയമത്തിന് പിൻബലം ഇല്ലെങ്കിൽ വയലേറ്റഡ് ആയാലും നമുക്ക് കോടതി പോകാൻ ഒക്കത്തില്ല. ഉദാഹരണത്തിന് യൂണിഫോം സിവിൽ കോഡ് ആർട്ടിക്കിൾ 44. കേരളത്തിലും യൂണിഫോം സിവിൽ കോഡ് ഇല്ല, ഗുജറാത്തിലും ഇല്ല. അപ്പൊ നമുക്ക് ഗവൺമെന്റിനെതിരെ കേസ് കൊടുക്കാൻ പറ്റുമോ? യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നില്ലെന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാര്യം യൂണിഫോം സിവിൽ കോഡൊക്കെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. ഇതിനകത്ത് അത് വയലേറ്റഡ് ആയി കഴിഞ്ഞാലും നമുക്ക് കോടതിയിൽ പോകാൻ ഒക്കത്തില്ല. അതാണ് നോൺ ജസ്റ്റിഫയബിൾ എന്ന കോൺടെക്സ്റ്റിന്റെ അടിത്തറ. അപ്പൊ ഇതേ രീതി നിങ്ങൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി ആലോചിക്കുക. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ എന്താ പറയുന്നത്? നമ്മൾ സാഹോദര്യം വളർത്താൻ ശ്രമിക്കണം. വി ഷുഡ് ട്രൈ ടു പ്രൊമോട്ട് ഫ്രട്ടേണിറ്റി. ഞാൻ തൊട്ടപ്പുറത്തെ അയൽവക്കത്തെ ചേട്ടനെ എന്റെ സഹോദരനെ പോലെ കാണുന്നില്ല എന്നും പറഞ്ഞ് എനിക്കെതിരെ കേസ് കൊടുക്കാൻ ഒക്കൂ? അതാണ് നിങ്ങൾ ജീവിതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിയൽ ലൈഫ് എക്സാമ്പിൾസ് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾസ് ഒരുപക്ഷെ മറ്റു പലതും ആയിരിക്കും. ഇപ്പൊ ഫ്രട്ടേണിറ്റി അല്ലെങ്കിൽ സാഹോദര്യം പ്രൊമോട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ ആർക്കെങ്കിലും പെണ്ണ് കിട്ടാനോ ചെറുക്കനെ കിട്ടാനോ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ അത്രയും കൊളോക്കിയലായ രീതിയിൽ, അടിസ്ഥാനപരമായ ഫണ്ടമെന്റൽ ആയ രീതിയിൽ ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് വഴങ്ങി വരുന്നത്. അല്ലാതെ ഒരു ബുദ്ധിജീവി തലത്തിൽ നിന്ന് ചിന്തിക്കരുത്. കുറച്ച് അഡീഷണൽ ഫാക്ടിൽ, അഡ്വാൻസ് ഫാക്ടിലും ഒക്കെ വേണം. ഞാൻ ക്ലാസ് എടുക്കുമ്പോഴും ന്യൂക്ക് ആൻഡ് കോർണേഴ്സ്, ലക്ഷ്മികാന്തിലെ എല്ലാ പോയിന്റും ക്ലാസ്സിൽ പറഞ്ഞു തന്നെയാണ് പോകുന്നത്. പക്ഷെ ഇത്തരം ബേസിക് കാര്യങ്ങളുമായി ലിങ്ക് ചെയ്ത് പഠിക്കുമ്പോൾ എക്സാം ഹോൾ നമുക്ക് ഈ ഫാക്ടുകൾ ഓർത്തെടുക്കാൻ പറ്റും. നിങ്ങൾ ഏറ്റവും അവസാനം കണ്ട സിനിമയിലെ പല ഡയലോഗ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും.
പക്ഷേ നിങ്ങൾ ഏറ്റവും അവസാനം പഠിച്ച പാഠപുസ്തകത്തിലെ എത്ര വരികൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? കാര്യം സിനിമ കാണുമ്പോൾ ഒരു പേഴ്സണൽ വ്യക്തിപരമായ എക്സ്പീരിയൻസ് ആണ്. പുസ്തകം വായിക്കുന്ന ഒരു ബോറിംഗ് പരിപാടിയാണ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ വായിച്ചു തുടങ്ങുമ്പോൾ, ഇത് തുടക്കത്തിൽ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ട്, പക്ഷെ ഇത് നിങ്ങൾക്ക് ശീലമായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫാക്റ്റുകളൊക്കെ ചെറവറാന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇത് ഒരു എക്സാമ്പിൾ ആണ്. ഞാൻ മറ്റൊരു എക്സാമ്പിൾ, വിശദമായൊരു എക്സാമ്പിൾ എടുത്തിട്ട് കാണിച്ചു തരാം. ഇപ്പം എല്ലാവർക്കും തിരിഞ്ഞു പോകുന്നൊരു ടോപ്പിക്കാണ്, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ, അത് വിദേശികൾക്ക് കിട്ടത്തില്ല. ചില ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പൊ അത് ഏതൊക്കെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്? അതായത് ഇന്ത്യൻ പൗരന്മാർക്ക് കിട്ടുന്നതും വിദേശികൾക്ക് കിട്ടാത്തതുമായ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതാണ് ഒന്ന് പഠിക്കണം. പ്രധാനമായിട്ടും 15, 16, 19, 29, 30 ഈ 5 മൗലികാവകാശങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. ഇന്ത്യയിൽ വന്നിരിക്കുന്ന ഒരു അമേരിക്കക്കാരനോ പാകിസ്ഥാൻകാരനോ കിട്ടത്തില്ല. അപ്പൊ ഇതെങ്ങനെ നമ്മൾ പഠിക്കേണ്ടത്? ഇപ്പൊ നിങ്ങൾ ആർട്ടിക്കിൾ 16 പബ്ലിക് എംപ്ലോയ്മെന്റ്, നിങ്ങളെല്ലാം പബ്ലിക് എംപ്ലോയ്മെന്റ് ഒന്നുകിൽ സിവിൽ സർവീസസിന് വേണ്ടി അല്ലെങ്കിൽ കേരള PSCക്ക് വേണ്ടി SSCക്ക് വേണ്ടി പഠിക്കുന്ന പിള്ളേരാണല്ലോ. അപ്പൊ നിങ്ങൾ പബ്ലിക് എംപ്ലോയ്മെന്റ് വേണ്ടി ട്രൈ ചെയ്യണം. ആ സമയത്ത് അമേരിക്കയിൽ നിന്ന് കൂടുക്കെ എടുത്തിട്ട് ഒരു വിമാനം പിടിച്ച് അമേരിക്കക്കാരൊക്കെ ഇങ്ങോട്ട് വന്ന് നമ്മുടെ PSC പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ തുടങ്ങിയ നമ്മുടെയൊക്കെ അവസ്ഥ എന്താവും പിള്ളേരൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ നിങ്ങൾ ആ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിനാരിയോയിൽ ഇതിനെ കണക്ട് ചെയ്ത് ആലോചിക്കുക. അപ്പൊ ഇതൊന്നും ഒരിക്കലും മറക്കത്തില്ല. ആർട്ടിക്കിൾ 16 വിദേശികൾക്ക് കിട്ടത്തില്ല, ഇന്ത്യക്കാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. കാര്യം എന്താ? പബ്ലിക് എംപ്ലോയ്മെന്റ്, ഗവൺമെന്റ് എംപ്ലോയ്മെന്റ് പൗരന്മാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിക്കും, അപ്പൊ ആർട്ടിക്കിൾ 21 നിങ്ങൾ ആലോചിച്ചു. ആർട്ടിക്കിൾ 21 ജീവിക്കാനുള്ള അവകാശമാണ്, ഫ്രീഡം ഓഫ് ലൈഫ് ആൻഡ് ലിബർട്ടി. ഇത് ഇന്ത്യക്കാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ, അതോ ഇന്ത്യയിൽ വരുന്ന വിദേശികൾക്ക് ഇത് കിട്ടുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഒരു അവകാശം വിദേശികൾക്ക് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന എല്ലാ വിദേശികളെയും നമുക്ക് തല്ലിക്കൊന്നൂടെ? ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാനുള്ള അവകാശം ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വിദേശി ഇന്ത്യയിൽ വരാൻ ധൈര്യപ്പെടുമോ? ഇല്ല. ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആലോചിച്ച് നോക്കുക. ഇപ്പൊ ഒരു പാകിസ്ഥാൻകാരൻ ഇന്ത്യ വന്നാൽ പോലും അയാളെ തല്ലിക്കൊല്ലാനുള്ള അധികാരം നമുക്കില്ല. ബിക്കോസ് അയാൾക്കും ആർട്ടിക്കിൾ 21 അനുശാസിക്കുന്ന റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഇപ്പം ആർട്ടിക്കിൾ 25, ഇപ്പൊ നിങ്ങൾ ആർട്ടിക്കിൾ 25 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ഇത് ഇന്ത്യയിലുള്ള വിദേശികൾക്ക് കിട്ടുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്തേ. അപ്പോ ഒരു വ്യത്യസ്തമായ മതം ആചരിക്കുന്ന ഒരാള് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ആ മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം ഇല്ലാതായി പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് മനുഷ്യത്വപരമായ ഒരു കാര്യമാണ്. അപ്പൊ ഇന്ത്യയിൽ ഇല്ലാത്തൊരു മതം, ഒരു XYZ മതം, ഇന്ത്യയിൽ ഇല്ലാത്തൊരു റിലീജിയൻ നിങ്ങൾ സങ്കല്പിക്കുക. അപ്പൊ ഈ റിലീജിയനുള്ള ഒരാൾക്ക് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഈ റിലീജിയനിൽ വിശ്വസിക്കാനുള്ള അവകാശം ഇല്ലാതായി പോകും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇല്ല. അപ്പം അത് വിദേശികൾക്ക് കിട്ടും. ആർട്ടിക്കിൾ 25, 21 ഒക്കെ വിദേശികൾക്ക് കിട്ടും. ബട്ട് വാട്ട് അബൌട്ട് ആർട്ടിക്കിൾ 29 and 30? 29, 30 ഒക്കെ പറയുന്നത് എന്താ? കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ് അല്ലെ? ഇപ്പോൾ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷയെ മതത്തിനെ സംരക്ഷിക്കാനായിട്ട് സ്കൂളുകൾ സ്ഥാപിക്കാം, പല പല ഫെസിലിറ്റീസ് ചെയ്യാം. ഇത് വിദേശിയായ ഒരു വ്യക്തിക്ക് കിട്ടുമോ? ആഫ്രിക്കയിലെ ഒരു ഗോത്രവർഗത്തിൽ ഒരാൾ വന്നിട്ട് അവിടുത്തെ ഗോത്രവർഗം സംസാരിക്കുന്ന ഒരു ഭാഷ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാൽ നടപ്പുമാർഗമാണോ? പ്രാക്ടിക്കാലിറ്റി ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. ആഫ്രിക്കയിൽ ഒരു മൈനോറിറ്റി ഗ്രൂപ്പ് ആ ഭാഷ ഇന്ത്യയിൽ സംസാരിക്കുന്നില്ല, അപ്പൊ അത് ഇന്ത്യയിലെ മൈനോറിറ്റി ആയി മാറും. അപ്പൊ അവർക്ക് അതിന് വേണ്ടി സ്കൂൾ സ്ഥാപിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഗവൺമെന്റ് എടുത്തിട്ട് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത് ലോജിക്കലി ഇമ്പോസിബിൾ ആണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വെരി ലോജിക്കൽ ടെക്സ്റ്റ്. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് മൈൻഡ്സ്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബുദ്ധിരാക്ഷസന്മാര് കുത്തിയിരുന്ന് എഴുതിയ ഒരു ഭരണഘടനയാണ് നമ്മുടേത്. അതിനകത്ത് പോരായ്മയുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ ജനറലി സ്പീക്കിംഗ് വളരെ ബ്രില്യൻ്റ് ആയി ഡ്രാഫ്റ്റ് ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന ഡോക്യുമെന്റ് ആണത്. അതുകൊണ്ട് തന്നെ ഇതിലെ കാര്യങ്ങൾ ലോജിക്കലായിട്ട് നിങ്ങൾ ചിന്തിച്ച് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോൾ സബ്ജക്റ്റുമായിട്ട് ഇന്റിമസി വരും. ഇന്റിമസി വന്നു കഴിഞ്ഞാൽ ബോറടിക്കാതെ പഠിക്കാൻ പറ്റും. ഇത് പഠിച്ചിട്ട് ഒരു കാര്യമില്ല, ഒരു രക്ഷയില്ല, തലയിൽ കയറത്തില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ, ഹിസ്റ്ററി എന്നൊക്കെ സബ്ജക്റ്റിന്റെ സവിശേഷതയാണ്. എക്കണോമിക്സ് ഒക്കെ ആണെങ്കിൽ പോലും നമ്മളതിന്റെ ക്രക്സ് മനസ്സിലാക്കി പഠിച്ച് തുടങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അത് നമ്മുടെ മനസ്സിലിരിക്കും. നമ്മളൊരു സബ്ജക്റ്റിനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്ജക്ട് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് ഇഷ്ടപ്പെടും എന്ന് പറയില്ലേ, അതേ ലോജിക്ക് തന്നെയാണ് ഇവിടെ വരുന്നത്. പഠനം ഒരു ലഹരിയാക്കി മാറ്റുക, ഒരു ആസ്വദിക്കാൻ പറ്റുന്ന രീതിയാക്കി മാറ്റുക. ഇപ്പൊ ഞങ്ങളുടെ ബാച്ചസ് അതിലും ഞങ്ങൾ ഈ രീതിയിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇപ്പൊ ഇത് എല്ലാ ടോപ്പിക്കും, അതായത് 100% സിലബസ് ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റും? ഒരിക്കലും പറ്റത്തില്ല. ഇങ്ങനെ പഠിപ്പിച്ച ക്ലാസ് തീരത്തുമില്ല. പക്ഷെ എങ്ങനെയാണ് സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് തരും. ഉദാഹരണത്തിന് എന്റെ മനസ്സിൽ വരുന്ന ഉദാഹരണം ആയിരിക്കത്തില്ല നിങ്ങളുടെ മനസ്സിൽ വരുന്നത്.
അപ്പോൾ കോണ്ടെക്സ്റ്റ് തന്നെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഉദാഹരണങ്ങളും ഹൈപ്പോത്തറ്റിക്കൽ സിനാരിയോസും ചിന്തിച്ചെടുത്ത് അതുമായി ചേർത്ത് വെച്ച് ഫാക്ടുകൾ പഠിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ മറ്റ് സബ്ജക്റ്റിൽ എക്കണോമിക്സ്, ജോഗ്രഫി അല്ലെങ്കിൽ ഹിസ്റ്ററി പോലുള്ള സബ്ജക്റ്റുകൾ എങ്ങനെയാണ് ഈ ഒരു അപ്രോച്ച് യൂസ് ചെയ്ത് പഠിക്കേണ്ടത് എന്ന് ഞാൻ വീഡിയോ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബൈ.